ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചൂറോസിൻ്റേതാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൈഡ് പേസ്ട്രിയാണിത്. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ചൂറോസിൻ്റെ ഡോ ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനൊരു നോൺ സ്റ്റിക്ക് കടായിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് ഞാനിത് മെഷർ ചെയ്തിട്ടുള്ളത് വാട്ടർ. ഇനി ഇതാ 2 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്തുണ്ടല്ലോ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഫ്ലെയിം വെക്കാൻ വേണ്ടിയിട്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു വാട്ടർ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് 1 കപ്പ് മൈദ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിത് 250 ml കപ്പിലാണ് മൈദ മെഷർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഫസ്റ്റിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഈ ഒരു ഡോ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഈ ഒരു ഇളം ചൂടോടെ തന്നെ നല്ലോണം ഒന്ന് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്ത് നല്ലൊരു ഡോ ആക്കിയെടുക്കാം. കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഡോ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതിൻ്റെ ഒരു ചൂട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം 2 മുട്ട ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള മുട്ടയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ മുട്ട ചേർത്തതിന് നമുക്കുണ്ടല്ലോ ഈ ഒരു ഡോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഒത്തിരി പാടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ക്ഷമയോടെ തന്നെ നമ്മൾ ഇതൊന്ന് ഈ ഒരു ഡോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിന് ശേഷം ഇതാ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് സ്റ്റാർ നോസിലും കൂടി ഇട്ടിട്ട് ഈ ഒരു ഡോ നമുക്കിതിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ സൈസിലുള്ള സ്റ്റാർ നോസിലാണ് കേട്ടോ. നിങ്ങളൊക്കെ കയ്യിൽ വലിയ സൈസുള്ള സ്റ്റാർ നോസിലൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിത് 2 മെത്തേഡിൽ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. നമുക്കിത് ഡയറക്റ്റ് വേണമെങ്കിൽ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കൂടുതൽ ഈസി കേട്ടോ. കൈ അങ്ങനെ പൊള്ളുന്ന ഒരു ടെൻഷനോ ഇതൊന്നും വേണ്ട. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പിലാക്കിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. കൂടുതൽ ചൂടാവാണ്ട് നോക്കണം. അപ്പോൾ ഇതാ ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അധികം കളർ ചേഞ്ച് ആവാണ്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ രണ്ടാമത് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. ഡയറക്റ്റ് വെച്ചിട്ട് ഒരു സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ആ സമയത്ത് ഷേപ്പ് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു ബട്ടർ പേപ്പറിലേക്ക് ചെയ്തത്. നമുക്ക് ഏതാണ് കൺവീനിയൻറ്റ് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് ബട്ടർ പേപ്പറിൽ നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡിലാണ്. ചെറുതായിട്ട് കളർ ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂടി കഴിഞ്ഞാൽ പുറം ഭാഗം കരിഞ്ഞിട്ടും അകം കുക്കാവാതെ ഇരിക്കും. ചെറിയ ടിപ്പൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ചൂറോസ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഷുഗറിലേക്ക് കുറച്ച് സിനമൺ പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. നല്ല ചെറിയ ചൂടോടെ കാരമൽ സിറപ്പിലോ ചോക്ലേറ്റ് സിറപ്പിലോ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.